ഒരു പ്രാവശ്യം ഒരു വൈറസ് സമൂഹത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാൻ, ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ചെറിയ ചെറിയ വേവ്സ് ഇടയ്ക്കിടയ്ക്ക് വരും. ഇൻഫ്ലുവൻസ പോലെ വൈറസുകൾക്കും ഡെങ്കി, ഇത് എല്ലാ വൈറസുകൾക്കും ഈ സൈക്ലിക്കൽ പാറ്റേൺ ഉണ്ട്. അത് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും മറ്റു മാറ്റങ്ങളും കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒരു കാരണം അതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വൈറസിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ആണ്. അപ്പോൾ നേരത്തെ ഇൻഫെക്ഷൻ കാരണമോ അല്ലെങ്കിൽ വാക്സിൻ കാരണമോ ഇമ്മ്യൂണിറ്റി ഉണ്ടായ ആളുകൾക്ക് ഈ പുതിയ വേരിയൻറ്റിന് ആ ഇമ്മ്യൂണിറ്റിയെ മറികടക്കാനും അവരെ ഇൻഫെക്റ്റ് ചെയ്യാനുമുള്ള ഒരു ശേഷി കൈവരുന്നു. വാക്സിൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാക്സിൻ എടുക്കുക. എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. എങ്കിലും വാക്സിൻ എടുത്തില്ലെങ്കിൽ വാക്സിൻ എടുക്കുക. പിന്നെ ഒരു ജനറൽ പബ്ലിക്കിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അനുബന്ധ രോഗങ്ങളുണ്ട്, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ കിഡ്നിക്ക് അസുഖമോ ഹാർട്ടിന് അസുഖമോ ലങ്സിന് അസുഖമോ തീവ്രമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണെങ്കിൽ, ഷുഗർ വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ശക്തി കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിക്കുക.